വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച ഒരു മനുഷ്യന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ ഒരുപാട് ദുആ ചെയ്താലും ഒരുപാട് പരിശ്രമിച്ചിട്ടും പക്ഷെ കാര്യങ്ങൾ ശരിയാകുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അള്ളാഹു എന്റെ ദുആ കേൾക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും പരീക്ഷണങ്ങൾ? ഇനി ഞാൻ എന്ത് ചെയ്യും? പക്ഷേ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. അള്ളാഹു നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. നമുക്ക് കാണാൻ കഴിയാത്ത വഴികളിലൂടെ പോലും അള്ളാഹു കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് അത്തരമൊരു മനുഷ്യന്റെ കഥയാണ്. അവന്റെ കയ്യിൽ സാമ്പത്തികമായി ഒന്നുമില്ല, വലിയ ബന്ധങ്ങളില്ല. പ്രശ്നങ്ങൾ വന്നപ്പോൾ സഹായിക്കാൻ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഒന്നുണ്ടായിരുന്നു: അള്ളാഹുവിലുള്ള പൂർണ്ണമായ വിശ്വാസം. ഒരു ചെറിയ ഗ്രാമത്തിൽ അബ്ദുള്ള എന്നൊരു മനുഷ്യൻ താമസിച്ചിരുന്നു. അവൻ വളരെ സാധാരണക്കാരനായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഫജർ നമസ്കരിക്കും. അതിനുശേഷം ജോലി പുറത്തേക്ക് പോകും. അവന്റെ കുടുംബം വളരെ ചെറുതായിരുന്നു. ഭാര്യയും ഒരു ചെറിയ മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ ജീവിതം വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തതായിരുന്നു. എങ്കിലും അവർക്കൊരു സന്തോഷമുണ്ടായിരുന്നു. അവർക്ക് ലഭിക്കുന്നതിൽ അവർ തൃപ്തരായിരുന്നു. അബ്ദുള്ള എപ്പോഴും ഭാര്യയോട് പറയുമായിരുന്നു, നമ്മുടെ റിസ്ക് നമ്മുടെ കയ്യിലല്ല, അത് അള്ളാഹുവിന്റെ കൈകളിലാണ്. നമ്മൾ ചെയ്യേണ്ടത് പരിശ്രമിക്കുക എന്നത് മാത്രമാണ്. ഭാര്യയും അത് വിശ്വസിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം അവരുടെ ജീവിതം പൂർണ്ണമായി മാറി. അബ്ദുള്ള ജോലി ചെയ്തിരുന്ന സ്ഥലം അടച്ചുപൂട്ടി. അവന് ജോലി നഷ്ടപ്പെട്ടു. അവന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം പോലും അധികം ദിവസത്തേക്ക് മതിയാകില്ല. അത്രയും കുറഞ്ഞ സമ്പാദ്യം മാത്രമേ അന്ന് അബ്ദുള്ളാന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ ദിവസം അവൻ വിഷമിച്ചു. രണ്ടാം ദിവസം കൂടുതൽ വിഷമിച്ചു. മൂന്നാം ദിവസം വീട്ടിൽ ഭക്ഷണം പോലും കുറയാൻ തുടങ്ങി. എങ്കിലും അവൻ നമസ്കാരം ഉപേക്ഷിച്ചില്ല, ദുആ ഉപേക്ഷിച്ചില്ല, അള്ളാഹുവിനെ മറന്നില്ല. അവൻ രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് പറഞ്ഞു, യാ അള്ളാഹ്, എനിക്ക് എന്ത് വേണമെന്ന് നീ അറിയുന്നവനാണ്. എന്റെ കുടുംബത്തിന്റെ ആവശ്യം നീ അറിയുന്നു. എനിക്ക് ഒരു വഴി കാണിച്ചു തരണമേ. ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷണം വന്നതോടെ ദിവസങ്ങൾ കടന്നുപോയി. അബ്ദുള്ള പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ചെങ്കിലും അബ്ദുള്ളക്ക് പഴയ പോലൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചില്ല. ഒരു ദിവസം വളരെ ക്ഷീണിതനായിട്ടാണ് അബ്ദുള്ള വീട്ടിലേക്ക് മടങ്ങിയത്. അബ്ദുള്ള മകൾ ഓടി വന്ന് ചോദിച്ചു, വാപ്പ, ഇന്ന് എന്താണ് എനിക്ക് കൊണ്ടുതരുന്നതെന്ന്. അവൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അബ്ദുള്ളാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാരണം ആ ദിവസം അബ്ദുള്ളാന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അബ്ദുള്ള മകളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോളെ, ഇന്ന് ഒന്നും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മകൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല വാപ്പ, അള്ളാഹു നാളെ തരും. ആ ചെറിയ കുട്ടികളുടെ വാക്കുകൾ കേട്ടപ്പോൾ അബ്ദുള്ളയുടെ ഹൃദയത്തിൽ തട്ടി. അബ്ദുള്ള മനസ്സിൽ ചിന്തിച്ചു, ഞാൻ പോലും ചിലപ്പോൾ അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് സംശയിക്കുന്നു. എന്നാൽ എന്റെ കുഞ്ഞ് എത്ര വിശ്വാസത്തോടെയാണ് പറയുന്നത് അള്ളാഹു തരുമെന്ന്. അന്ന് രാത്രി അവൻ വീണ്ടും നമസ്കാരത്തിൽ നിന്നു. സുജൂദിൽ ഏറെ നേരം കിടന്നു. അബ്ദുള്ള കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റബ്ബേ, എനിക്ക് ശക്തിയില്ല, എനിക്ക് വഴിയില്ല, പക്ഷെ എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. നമ്മൾ എന്തൊരു സങ്കടം വന്നാലും ഒന്നെങ്കിൽ അള്ളാഹുവിനെ പഴിചാരും, അല്ലെങ്കിൽ നമ്മളെ തന്നെ പഴിചാരും. അപ്രതീക്ഷിതമായൊരു അവസരം. അടുത്ത ദിവസം രാവിലെ അബ്ദുള്ള പതിവ് പോലെ ജോലി അന്വേഷിച്ച് പുറത്തിറങ്ങി. വഴിയിൽ ഒരു വയസ്സനായ മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന് ഒരു ചെറിയ കടയുണ്ടായിരുന്നു ട്ടോ. അദ്ദേഹം അബ്ദുള്ളയെ വിളിച്ചു, മകനെ, നീ ജോലി അന്വേഷിക്കുകയാണോ? അബ്ദുള്ള പറഞ്ഞു, അതെ, ഞാൻ എന്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല. ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുകയാണെന്ന്. എന്റെ കടയിൽ കുറച്ച് ദിവസമായി സഹായിക്കാൻ ഒരാളെ അന്വേഷിക്കുകയാണെന്ന് ആ വയസ്സായ മനുഷ്യൻ പറഞ്ഞു. നീ ഇവിടെ ജോലി ചെയ്യുമോ? അബ്ദുള്ളയുടെ മുഖത്ത് സന്തോഷം വന്നു. അവൻ പറഞ്ഞു, പിന്നെന്താ, തീർച്ചയായും ഞാൻ ചെയ്തോണ്ട്. എന്ത് ജോലിയാണെങ്കിലും ഞാൻ എടുത്തോണ്ട്. അവിടെ നിന്ന് അബ്ദുള്ളാന്റെ ജീവിതം പതുക്കെ മാറാൻ തുടങ്ങി. ആ ജോലി വലിയ ശമ്പളമുള്ളതായിരുന്നില്ല, പക്ഷെ അത് ഹലാൽ റിസ്ക് ആയിരുന്നു. അബ്ദുള്ള സന്തോഷത്തോടെ ജോലി ചെയ്തു. അവൻ ഓരോ ദിവസവും ജോലി തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനെ സ്മരിച്ചു. അൽഹംദുലില്ലാ. നമ്മള് സന്തോഷമായ കാര്യങ്ങളായാലും സങ്കടം വന്നാലും അള്ളാഹുവിനെ ഓർക്കോ? ഇല്ല, ചില നിമിഷങ്ങൾ അത് ഓർക്കണം. നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന വാതിൽ അടയുന്നത് അള്ളാഹു മറ്റൊരു നല്ല വാതിൽ തുറക്കാനായിരിക്കാം. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ വയസ്സായ മനുഷ്യൻ അബ്ദുള്ളയോട് പറഞ്ഞു, എനിക്ക് പ്രായമായി, ഇനി ഈ കട നോക്കാൻ കഴിയില്ല. അബ്ദുള്ള വീണ്ടും വിഷമിച്ചു. ഇനി എന്ത് ചെയ്യും? അവന്റെ മനസ്സിൽ വീണ്ടും ഭയം വന്നു. പക്ഷെ ഈ പ്രാവശ്യം അവൻ പഴയ അബ്ദുള്ള ആയിരുന്നില്ല. അവൻ സ്വയം പറഞ്ഞു, എനിക്ക് മുമ്പ് ജോലി ഇല്ലാതിരുന്നപ്പോൾ അള്ളാഹു എനിക്ക് വഴി തുറന്നു, ഇപ്പോഴും അവൻ വഴി തുറക്കും. അവൻ വീണ്ടും ജോലി അന്വേഷിച്ചു. പക്ഷെ ഇത്തവണ ഒരു ചെറിയ ആശയവുമായി.
അവൻ വർഷങ്ങളായി ജോലി ചെയ്തതിലൂടെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് സ്വന്തമായി ചെറിയൊരു വ്യാപാരം തുടങ്ങാൻ തീരുമാനിച്ചു. കയ്യിൽ വലിയ പണമൊന്നുമില്ല. അവൻ തന്റെ ചെറിയ സമ്പാദ്യം എടുത്തു, കുറച്ച് സാധനങ്ങൾ വാങ്ങി, ഒരു ചെറിയ സ്ഥലത്ത് വ്യാപാരം തുടങ്ങി. ആദ്യ ദിവസം കുറച്ച് ആളുകൾ മാത്രം വന്നുള്ളൂ. രണ്ടാം ദിവസം അതിലും കുറവായി. പക്ഷേ അവൻ നിരാശനായില്ല. അവൻ പറഞ്ഞു, എന്റെ റബ്ബുണ്ടല്ലോ, എന്റെ ജോലി പരിശ്രമിക്കുക എന്നതാണ്. ഫലം നൽകുന്നത് അല്ലാഹുവല്ലേ. ഞാൻ ഇനിയും മുന്നോട്ട് പോകും. അല്ലാഹു എന്നെ കൈവിടില്ല. പതുക്കെ ബർക്കത്ത് വരുന്നു, പതുക്കെ കച്ചവടം വരുന്നു. കാലം കടന്നുപോയി. കുറച്ചു കുറച്ച് മെച്ചപ്പെട്ടു വരുന്നു. അവന്റെ ചെറിയ വ്യാപാരം വളരാൻ തുടങ്ങി. കൂടുതൽ ആളുകൾ അവന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ തുടങ്ങി. അവൻ സത്യസന്ധമായി വ്യാപാരം ചെയ്തു വന്നു. അളവിലും തൂക്കത്തിലും വഞ്ചിച്ചില്ല, ആരെയും ചതിച്ചില്ല. കൂടുതൽ പൈസ ഒരാളിൽ നിന്ന് കുറഞ്ഞ പൈസ, കൂടുതൽ പൈസ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. ഒരു ദരിദ്രൻ വന്നാൽ കഴിയുന്നത് പോലെ സഹായിച്ചു. അവൻ മനസ്സിലാക്കിയിരുന്നു, റിസ്ക് കൂടുതലാകുന്നത് മാത്രം ബർക്കത്ത് അല്ല, എല്ലാം നമ്മൾ ചെയ്യണം. ലഭിക്കുന്നതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് യഥാർത്ഥ ബർക്കത്ത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുള്ള നല്ല നിലയിലെത്തി. ഒരുപാട് മെച്ചപ്പെട്ടു. പഴയ ജീവിതമൊക്കെ മാറിപ്പോയി. പക്ഷേ അവൻ തന്റെ പഴയ ദിവസങ്ങൾ ഒരിക്കലും മറന്നില്ല. ഒരു ദിവസം അവന്റെ മകൾ അന്ന് ചെറിയ കുട്ടിയായിരുന്നു. അവൾ വളർന്നിരുന്നു. അവൾ വാപ്പയോട് ചോദിച്ചു, വാപ്പ, നമ്മൾക്ക് പണമില്ലായിരുന്ന കാലത്ത് വാപ്പ എന്തുകൊണ്ടാണ് ഇത്രയും ശാന്തനായിരുന്നത്? അബ്ദുള്ള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും ഒരു കാര്യം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അള്ളാഹു എന്നോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസം. നമ്മളിൽ വിശ്വാസമുണ്ടോ, എല്ലാം നമ്മൾ നേടിയിരിക്കും എന്ന ഒരു വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായി ദരിദ്രനല്ല. നമുക്ക് താങ്ങായി തണലായി ഒരാൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതിൽ ഏറ്റവും വലിയ പാഠം എന്തെന്നാൽ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഇതുപോലെ സംഭവിക്കാം. ഒരു വാതിൽ അടയും, ഒരു ബന്ധം നഷ്ടപ്പെടും, ഒരു ജോലി പോകും, ആരുമില്ലാത്തൊരു സാഹചര്യം വരും, എവിടേക്ക് പോകും? മക്കളെ കൊണ്ട് നമ്മൾ എവിടെ താമസിക്കും? മക്കളില്ലാതെ എങ്ങനെ ജീവിക്കും? ഞാനോ നീയോ ആദ്യം പോകും, മക്കൾ ഒറ്റപ്പെടും, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ കരുതും, എന്റെ ജീവിതം കഴിഞ്ഞു. പക്ഷേ അത് അവസാനമല്ല, അതൊരു പുതിയ തുടക്കമായിരിക്കാം. നമ്മൾ കാണുന്നത് ഇന്നത്തെ അവസ്ഥയാണ്. നാളത്തേതോ അത് കഴിഞ്ഞിട്ടുള്ളതോ നമ്മൾ അറിയുന്നില്ല. അള്ളാഹു കാണുന്നത് നമ്മുടെ മുഴുവൻ ജീവിതമാണ്. നമ്മൾക്ക് ഒരു കാര്യം നല്ലതാണെന്ന് തോന്നാം, പക്ഷെ അള്ളാഹുവിന് അതിൽ നമുക്ക് അറിയാത്ത ദോഷം കാണാം. അതുകൊണ്ട് നമുക്കത് തരില്ല. വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് അത്രത്തോളം ആഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് നൽകിയിരിക്കും. നമ്മൾ ഒരു കാര്യം നഷ്ടപ്പെട്ടതിൽ കരയാം, പക്ഷെ അതിന്റെ പിന്നിൽ അള്ളാഹു നമുക്ക് ഒരു വലിയ നന്മ ഒരുക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. പരിശ്രമിക്കുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ വെക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ നമസ്കാരത്തിലേക്ക് ഓടുക. അല്ലാതെ മറ്റുള്ളവരോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഉണ്ടാവുമെന്നോ എനിക്ക് തോന്നുന്നില്ല. മനസ്സ് തളരുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി കാണുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കണ്ണുനീർ അള്ളാഹു കാണുന്നുണ്ട്. നിങ്ങളുടെ ദുആ അള്ളാഹു കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വേദന അള്ളാഹുവിന് അറിയാം. നിങ്ങൾ വഴി കാണുന്നില്ലെങ്കിലും അള്ളാഹുവിനെ വഴി കാണാം. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിലും അള്ളാഹുവിന് എല്ലാം അറിയാം. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കാര്യം നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം. ഞാൻ പരിശ്രമിക്കും, ഞാൻ ദുആ ചെയ്യും, ഞാൻ സബ്ർ ചെയ്യും. ഫലം അള്ളാഹുവിൽ നിന്ന് വിട്ടുകൊടുക്കും. കാരണം നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നോ അത്രത്തോളം നമ്മുടെ വിജയം നമ്മുടെ കൈകളിലെത്തും. പക്ഷെ അതിന് ക്ഷമ വേണം. കാരണം അള്ളാഹു തവക്കുൽ ചെയ്തു വെച്ച ഹൃദയം ഒരിക്കലും യഥാർത്ഥത്തിൽ തകർന്നു പോകുന്നില്ല. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കട്ടെ. നമ്മുടെ ഹലാൽ റിസ്കിൽ ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് നല്ലത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളുടെ മനസ്സിൽ ഇന്ന് പ്രതീക്ഷ തിരികെ വരാൻ ഇതിലൂടെ സാധിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ കഥകൾ, സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാൻ പറ്റുന്ന ജീവിത രീതികൾ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് പറയുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.